നമുക്കൊന്ന് കിട്ടിയേക്കുന്നത് നല്ല ചുവന്ന കോരയാണ്. അപ്പോൾ ഇത് ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം പുറത്തിട്ട് വെച്ച് അതിന് ശേഷം അരമണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മീനൊക്കെ ഈ കോര, അയില, അതുപോലെ മത്തി, ഇങ്ങനെ ചുണങ്ങുള്ള മീനുകളൊക്കെ നമ്മൾ മുറിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഈ ചുണങ്ങൊക്കെ നമ്മൾ വേഗം ഇളകി കിട്ടും. കത്തികൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ ആണെങ്കിൽ തോല് വരെ ഇളകി പോകും. ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിനെ കൊണ്ട് ഇതിൻ്റെ തോലൊക്കെ ഇതിൻ്റെ ചുണങ്ങൊക്കെ വേഗം ഇളകി പോരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ കോര മുറിക്കുകയാണെങ്കിൽ ഈ ചിറക് മുറിച്ചുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പല പ്രാവശ്യം എനിക്ക് പറ്റുന്ന അബദ്ധമാണ്. ഞാൻ ഇതിങ്ങനെ ചുരണ്ടി എടുത്തിട്ടാണ് ചിറക് പൂക്കുക. പക്ഷേ ഇതിങ്ങനെ ചുരണ്ടി ഇങ്ങനെ ഊക്കിയെടുക്കുമ്പോൾ ഈ ചിറക് കയ്യിൽ തട്ടിയാൽ നല്ല കടച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യം തന്നെ ഈ ചിറക് എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വേണം നമ്മളിതിൻ്റെ ഈ ചുണങ്ങ് പോക്കാൻ. എന്നിട്ട് നമുക്കിതിൻ്റെ വാല് മാറ്റി വെക്കാം, മുറിച്ച് വെക്കാം. ഇതാ തലയുടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. എന്നിട്ട് വയറിൻ്റെ ഇവിടെ കുറച്ചിട്ടുണ്ടാവും, വയറൊന്ന് നമുക്കിങ്ങനെ കീറി കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് വന്നാൽ മുറിച്ച് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് മുറിച്ചെടുക്കാം. ഇതാ നമ്മൾ കോരയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ അതേ മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിക്കാനാണ് കേട്ടോ. പച്ചക്കറിയാണ് വെക്കുന്നത്. ഈ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ മീൻ കഴുകിയ വെള്ളം ഞാൻ പുറത്തേക്ക് കളയാറില്ല കേട്ടോ. ഇതിൽ ആദ്യം മുറിക്കുന്നതിലുള്ള ചിറകും മറ്റേ ചുണങ്ങും വാലൊക്കെ ഉള്ള ആ വെള്ളം മാത്രം ഞാൻ പുറത്തേക്ക് ഒഴിവാക്കാറുള്ളൂ. ഈ വെള്ളം ഞാൻ നന്നായി കഴുകി ഇച്ചിരി കൂടെ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കും. എന്നിട്ട് ഞാൻ പൂവിടുന്ന ചെടിക്കും പിന്നെ പച്ചക്കറികളുടെ ചോട്ടിലൊക്കെ ഒഴിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്ന പക്ഷേ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് പുഷ്ടിച്ച് നിൽക്കും. പൂവിടുന്ന ചെടികളാണെങ്കിൽ നന്നായി പൂത്ത് നിൽക്കും. പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നന്നായി കായ് പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ വിരകിയിട്ട് പൊരിക്കാൻ പോവാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.